തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു CPM ഗുണ്ടയാണ് IP ബിനു എന്ന CPM പ്രവർത്തകൻ. ഇദ്ദേഹം നേരത്തെ കൗൺസിലറായിരുന്നു. അതുപോലെ CPMന്റെ മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളും DYFയുടെ സ്ഥാനങ്ങളും ഒക്കെ വഹിച്ചിട്ടുണ്ട്. അന്നേരവും ഇയാൾ ഗുണ്ട തന്നെയായിരുന്നു. രാത്രി വിരോധമുള്ള ആളുകളുടെ കട തല്ലി തകർക്കുക, ആളുകളെ ഭീഷണിപ്പെടുത്തുക, വാഹനങ്ങൾ തടഞ്ഞ് പിരിവ് നടത്തുക, കടകളിൽ കയറി പിരിവ് നടത്തുക, പിരിവ് തരാത്തവരെ ആക്രമിക്കുക തുടങ്ങിയ ലീലാവിലാസങ്ങളാണ് IP ബിനു എന്ന ഈ വ്യക്തി കാലങ്ങളായി CPMന്റെ തണലിൽ ചെയ്തു പോന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ അതിക്രമത്തിന് ചുക്കാൻ പിടിച്ചതും നേതൃത്വം നൽകിയതും ആളെ വിളിച്ചുകൂട്ടിയതുമൊക്കെ ഈ IP ബിനു എന്ന CPM നേതാവാണ്. ഒപ്പം ആറ്റുകാൽ ഉണ്ണി എന്ന് പറയുന്ന മുൻ കൗൺസിലറുമുണ്ട്. ഇവരുടെയൊക്കെ വീടുകളിൽ പോലീസ് എത്തിയെങ്കിലും ഇവരൊക്കെ ഒളിവിലാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ CPMന്റെ ഗുണ്ടാ വിളയാട്ടങ്ങൾക്ക് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന IP ബിനു ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് നേരത്തെയുള്ള ഗൂഢാലോചനയോടെ തന്നെയാണ്. പിണറായി വിജയന്റെ വീടിനടുത്തുള്ള സ്ഥലത്തേക്ക് എല്ലാവരും എത്തണം എന്ന് പറഞ്ഞ് കൃത്യമായി വോയിസ് മെസ്സേജ് ഈ IP ബിനുവും കൂട്ടരും വിവിധ ലോക്കൽ കമ്മിറ്റികൾക്കും സഖാക്കൾക്കും അയച്ചു കൊടുത്തു. അരമണിക്കൂറിനകം തന്നെ ഈ സഖാക്കളൊക്കെ ഇങ്ങോട്ട് ഇരച്ചെത്തുകയായിരുന്നു. കൊല്ലട തല്ലട എന്ന ആക്രോശത്തോടെയാണ് ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് നേരെ IP ബിനുവും കൂട്ടരും എത്തിയത്. ക്രൂരമായി അവരെ ആക്രമിക്കുകയായിരുന്നു. അവർക്കൊക്കെ തന്നെ പരിക്കേറ്റു. IP ബിനു എന്ന ഗുണ്ട പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് തിരുവനന്തപുരത്ത് ഗുണ്ടാ വിളയാട്ടങ്ങൾ CPM ആസൂത്രണം ചെയ്യുന്നത്. IP ബിനുവിന് എല്ലാവിധ സഹായ സഹകരണങ്ങളുമായി ആനാവൂർ നാഗപ്പൻ എന്ന പഴയ ഒരു ഗുണ്ടയും, അതുപോലെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന പഴയ ഒരു ഗുണ്ടയും, അതുപോലെ V ജോയി എന്ന ജില്ലാ സെക്രട്ടറി ഗുണ്ടയും ഉണ്ടായിരുന്നു എന്ന് CPMലെ സഖാക്കൾ തന്നെ സമ്മതിക്കുന്നു. മാത്രമല്ല ഈ ഒരു വിഷയം സാധാരണക്കാരായ ജനങ്ങളോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇത്തരത്തിൽ ഫ്രോഡ് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയനല്ല അയാളുടെ അപ്പനായാൽ പോലും പിടിച്ച് അകത്തിടണം എന്നാണ് സാധാരണക്കാരായ ജനങ്ങൾ പറഞ്ഞത്. ED ഉദ്യോഗസ്ഥരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് IP ബിനുവിന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം തിരുവനന്തപുരത്ത് നടത്തിയത്. IP ബിനു CPMന് ഒരു മുതൽക്കൂട്ടാണ്. CPMന്റെ എല്ലാ ഗുണ്ടാ സംഘങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് ഇയാളാണ്. ഇയാൾ പറയുന്നതിനപ്പുറം CPMലെ ഗുണ്ടാ സംഘങ്ങൾ അനങ്ങില്ല. മാത്രമല്ല IP ബിനുവിന് മദ്യ മയക്കുമരുന്ന് മാഫിയായി, അതുപോലെ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതുപോലെ മനുഷ്യക്കടത്ത്, കള്ളക്കടത്ത് മാഫിയ, അന്തർ സംസ്ഥാന മോഷണ സംഘം എന്നിവരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ പരാതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു നേതാവാണ്, ഒരു ജനപ്രതിനിധി കൂടിയായിരുന്ന നേതാവാണ് IP ബിനു. ഇയാളാണ് എല്ലാവിധ പരിപാടികളും ആസൂത്രണം ചെയ്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.